ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് രാത്രി സമയത്ത് ഉറക്കം ഉണ്ടാവാറില്ല. അവരുടെ ബോഡി ഈ ഒരു രാത്രിയിനോടും പകലിനോടും ഒക്കെ അഡാപ്റ്റ് ആയിട്ട് വരാനായിട്ട് ഒരു 3-4 മാസമെങ്കിലും മിനിമം എടുക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യാറുണ്ട്. സോ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഹായ് ദേർ, ദിസ് ഈസ് ഡോക്ടർ ആയദേവി. ഡെലിവറി കഴിഞ്ഞ് ആ ഒരു ദിവസം മുതൽ തന്നെ രാത്രിയിൽ നമുക്ക് ഉറക്കമുണ്ടാവാറില്ല എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലേ. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും ഇതിനു വേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ ഒരു സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോരുത്തരും ഈ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും, ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ടും വരും. എസ്പെഷ്യലി 2 കുട്ടികളുടെ അമ്മമാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ട്വിൻസിൻ്റെ ഒക്കെ അമ്മമാരാണെങ്കിൽ ആ ഒരു സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ചില സമയത്ത് നമുക്ക് ഒട്ടും ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദേഷ്യവും വിഷമവും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ദേഷ്യമാണെങ്കിലും വിഷമമാണെങ്കിലും നമ്മുടെ ഇമോഷൻസ് എല്ലാം നമ്മുടെ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് രാത്രിയിൽ അവർ കരയുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ സ്നേഹവും കെയറും അവർക്ക് നീഡഡ് ആയിട്ടുള്ളൊരു സമയമാണ്, അത് നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതും കൂടെ നമ്മുടെ ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു സമയം തന്നെയാണിത്. അപ്പോൾ നമ്മൾക്ക് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതാണ്. ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വേറെ ആരെങ്കിലും കുട്ടീനെ നോക്കാനായിട്ട് ഏൽപ്പിക്കുക. എന്നിട്ട് നമ്മളൊന്ന് മാറി ഒരു ചായ കുടിക്കുകയോ പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചൊന്ന് സംസാരിക്കുകയോ, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് ഒന്ന് റിലാക്സ്ഡ് ആയതിന് ശേഷം വേണം നമ്മൾ വീണ്ടും കുട്ടീനെ നോക്കാനായിട്ട് തുടങ്ങാൻ. ഈ ഒരു സമയത്ത്, അതായത് നമ്മൾ ഇമോഷണലി വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു കാരണവശാലും മറ്റൊരാളുടെ ഹെൽപ്പ് ചോദിക്കാനായിട്ട് മടി കാണിക്കരുത്. നമ്മുടെ പാർട്ട്ണറിൻ്റെയോ അമ്മമാരുടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയോ ഒക്കെ ഹെൽപ്പ് നമുക്ക് ആ ഒരു സമയത്ത് ചോദിക്കാവുന്നതാണ്.